ഈ ഒരു കത്രിക്ക എന്താ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ടുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇതിനിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ആ വലിയ ഒരു കത്രിക്ക എടുത്തില്ലേ, അതിൻ്റെ കുറച്ച് പീസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു പീസായിട്ട് ഇങ്ങനത്തെ ഒരു കട്ടിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അത് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കളറ് മാറാതിരിക്കാനായിട്ട്. അറിയാമല്ലോ എല്ലാവർക്കും. നമ്മളിനിപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദയുടെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവിനനുസരിച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതിലേക്ക് കുറച്ച് ഇഞ്ചി, കുഞ്ഞു കുഞ്ഞു തീരെ പൊടിയായി അരിഞ്ഞ ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കിയിട്ട് മിക്സാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി റെസിപ്പീസ് കാണാം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയണം. ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റും കൂടെ അറിയിക്കണം. എന്നാലാണ് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനും ആ കമൻറ്റ് കാണുന്നവർക്ക് ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാനും ഒരു പ്രചോദനമാകത്തുള്ളൂ. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ പൊടിയിലാണ് ഡാബ് ചെയ്തിട്ടാണ് നമ്മൾ അത് വറുത്തെടുക്കുന്നത് കേട്ടോ. ബാറ്റർ റെഡിയാക്കി ശേഷം ഞാൻ അതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ഈ ഒരു മുട്ടയിൽ വന്നിട്ട് ഡേറ്റും ടൈമും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഡേറ്റ് കാണുന്നില്ലല്ലേ? സാരമില്ല. ഡേറ്റും സൈസൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ പുറം രാജ്യത്തും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ആ മുട്ട പൊട്ടിച്ച് ആ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടേ. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ശേഷം അരിഞ്ഞ് കഴുകിയെടുത്ത കത്തിരിക്ക, നമ്മൾ മിക്സാക്കി എടുത്ത ബാറ്റർ, പിന്നെ ബ്രെഡിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചേക്കണം. കാരണം എല്ലാം കൂടെ ഇങ്ങനെ ഓരോരോ സെക്ഷൻ ചെയ്യാൻ എളുപ്പത്തിലാണ് ഇങ്ങനെ മൂന്നും കൂടെ നിരത്തി വെച്ചേക്കുന്നത്. ശേഷം ഞാനൊരു വലിയൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരേക്കും അതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഓരോന്നും ഇടുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇട്ടതൊക്കെ അത് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് എന്തു തന്നെയായാലും നിങ്ങളത് രേഖപ്പെടുത്തുക. എന്തെങ്കിലും കുറവോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ഞാൻ ആ കമൻറ്റ് കണ്ട് മനസ്സിലാക്കി അത് എന്നെക്കൊണ്ട് എൻ്റെ ബെസ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞാൻ ജോലി സ്ഥലത്തായതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ പരിമിതികളുണ്ട്. എന്നാലും ആർക്കും വേണ്ടിയിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത്. അതിലുള്ള കുറവുകൾ ഇത്ര നാളും സഹകരിച്ച് എന്നോടൊപ്പം ഉള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി നന്ദി പറയുന്നു. ഓക്കെ, ഞാനിനി ഓരോരോ പീസായിട്ട് എടുത്ത് ബാറ്ററിൽ മുക്കി ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി എണ്ണയിലിട്ട് വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. ഓരോന്ന് ഫസ്റ്റ് ഇട്ടതൊക്കെ ലാസ്റ്റ് ഇട്ടത് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇട്ടതൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞു. നമ്മളതന്നെ ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് ഇതൊക്കെയും കോരി മാറ്റാം. അപ്പോൾ ഇതിലുള്ള എണ്ണ ടിഷ്യൂ പേപ്പറിലേക്ക് പൊക്കോളും.
അപ്പുറത്തെ ഒരു ടിഷ്യൂ തയ്യാറാവണം കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. അതൊരു ഒഴിച്ചു കൂട്ടാനാണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് ഫ്രൈ ആവുന്നതിനനുസരിച്ച് നമുക്കത് മാറ്റാം പ്ലേറ്റിലേക്ക്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലാതെ വെറുതെ വേണമെങ്കിൽ സ്നാക്സായിട്ട് വേണമെങ്കിലും കഴിക്കാം. വൈകുന്നേരത്തെ ചായയുടെ കൂടെ സ്നാക്സായിട്ട് കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലും അതുപോലെ തന്നെ നഴ്സറി കുഞ്ഞുങ്ങളായാൽ അവർക്കും ഒക്കെ കൊടുത്തുവിടാൻ പറ്റും. ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുത്തുവിടാൻ പറ്റുന്നൊരു പലഹാരമായിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് തോന്നാറുണ്ട് KFC ചിക്കനൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ KFC മേടിച്ച് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും തന്നെ എപ്പോഴും കാശോ അല്ലെങ്കിൽ പോകാനോ പറ്റണമെന്നില്ലല്ലോ. എന്നാൽ അങ്ങനെയുള്ള ഒരു ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെയുള്ള സമയത്തും അങ്ങനെ അല്ലാത്ത സമയത്തും ട്രൈ ചെയ്യാവുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ട്.